ഏജിങ് എന്നത് ഒരു നാച്ചുറൽ പ്രോസസ്സ് ആണെങ്കിലും പ്രായം തോന്നിക്കുന്നത് തടയാനായിട്ട് നമ്മളെല്ലാവരും തന്നെ സ്കിൻ കെയർ, ഹെയർ കെയർ, ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് എല്ലാം കൊണ്ടുവരാറുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് കൃത്യമായിട്ട് രാത്രിയിൽ ഉറക്കം ലഭിക്കുന്നുണ്ട് എന്നുള്ളത്. രാത്രിയിൽ കൃത്യമായിട്ട് 8 മണിക്കൂറെങ്കിലും ഉറക്കം ലഭിക്കണം. അമിതമായിട്ടുള്ള സ്ട്രെസ്സ് ഒഴിവാക്കാനായിട്ടുള്ള മാർഗങ്ങൾ കണ്ടെത്തണം. അതോടൊപ്പം തന്നെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണപാനീയങ്ങൾ നമ്മുടെ ജീവിതശൈലിയിൽ ഉൾപ്പെടുത്തണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം ഏതൊക്കെ ഡ്രിങ്കുകളാണ് ആൻറ്റി ഏജിങ്ങിന് സഹായിക്കുന്നത് എന്നത്. അതിൽ ആദ്യത്തെ ഒന്നാണ് ഗ്രീൻ ടീ. ഗ്രീൻ ടീയിൽ കറ്റേക്കിൻസ് എന്ന ആൻറ്റി ഓക്സിഡൻറ്റ് അടങ്ങിയിട്ടുണ്ട്. ഇത് സ്കിന്നിനെ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിൽ നിന്ന് സംരക്ഷിക്കും, ഫ്രീ റാഡിക്കൽസിനെതിരെ പോരാടുകയും സെൽ ഡാമേജിൽ നിന്ന് സ്കിന്നിനെ സംരക്ഷിക്കും, കോശങ്ങളെ പുനരുജ്ജീവിപ്പിക്കാൻ വളരെ നല്ലതാണ്. പോളിഫെനോൾസ് അടങ്ങിയിട്ടുണ്ട്. ഈ പോളിഫെനോൾസ് സ്കിന്നിൻ്റെ കൊളാജനെ സംരക്ഷിക്കും, സ്കിൻ ഇലാസ്റ്റിസിറ്റിക്ക് നല്ലതാണ്. പ്രായം കൂടുന്നതിനനുസരിച്ചുള്ള റിങ്കിൾസ്, വരകൾ ഇതൊക്കെ വരാതിരിക്കാൻ അത് നല്ലതാണ്. മാത്രമല്ല ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും ഗ്രീൻ ടീ നല്ലതാണ്. വെയിറ്റ് ലോസിന് നല്ലതാണ്. മെറ്റബോളിസം വർദ്ധിപ്പിക്കും, ശരീരത്തിലെ ടോക്സിൻസ് പുറന്തള്ളാനും സഹായിക്കും. ദിവസേന 2 കപ്പ് ഗ്രീൻ ടീ നമുക്ക് കുടിക്കാവുന്നതാണ്. ഇതിൽ ഷുഗർ ആഡ് ചെയ്യാൻ പാടില്ല. പഞ്ചസാര ആഡ് ചെയ്യുമ്പോൾ ഗ്ലൈക്കേഷൻ എന്ന ഒരു പ്രോസസ്സ് നടക്കുകയും അത് കൊളാജൻ ഡാമേജിന് കാരണമാവുകയും പെട്ടെന്ന് സ്കിൻ ഡാമേജ് വരികയും അല്ലെങ്കിൽ പെട്ടെന്ന് പ്രായം തോന്നിക്കുന്ന ഒരവസ്ഥ വരികയും ചെയ്യും. അതുകൊണ്ടാണ് പഞ്ചസാര ഒഴിവാക്കണം. പക്ഷേ ഗ്രീൻ ടീയിൽ നമുക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് ലെമൺ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ലെമണിൽ വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണം കൊളാജൻ ഒന്നും കൂടെ ബൂസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് സ്കിന്നിന് നല്ലതാണ്. ഗ്രീൻ ടീ എന്ന് പറയുന്നത് ഒരു ബെസ്റ്റ് ആൻറ്റി ഏജിങ് ഡ്രിങ്ക് തന്നെയാണ്. നമുക്കിത് ദിവസേന 1-2 കപ്പ് ഗ്രീൻ ടീ കുടിക്കാം. രണ്ടാമത്തെ ഒന്നാണ് ബീട്രൂട്ട് ജ്യൂസ്. നാച്ചുറലി ഒരു ഗ്ലോയിങ് ഫേസ് വേണമെങ്കിൽ നമുക്ക് കുടിക്കാൻ പറ്റുന്ന ഒന്നാണ് ബീട്രൂട്ട് ജ്യൂസ്. ബീട്രൂട്ടിൽ വൈറ്റമിൻ സി, അയൺ, നൈട്രേറ്റ്സ് എന്നിവ അടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം തന്നെ രക്തയോട്ടം മെച്ചപ്പെടുത്താനും അതുപോലെ ശരീരത്തിൽ നിന്ന് ടോക്സിൻസ് പുറന്തള്ളാനും സഹായിക്കുന്ന ഒന്നാണ്. രക്തയോട്ടം മെച്ചപ്പെടുത്തുമ്പോൾ തന്നെ ഓക്സിജൻ എല്ലാ സ്ഥലത്തേക്കും കൃത്യമായിട്ട് എത്തുകയും സ്കിന്നിന് കൂടുതൽ ഹെൽത്തിയർ ആവുകയും ചെയ്യും. സ്കിന്നിന് കൂടുതൽ തിളക്കം ലഭിക്കും. അതുപോലെ ബീട്രൂട്ടും കൊളാജൻ പ്രൊഡക്ഷന് സഹായിക്കുന്ന ഒന്നാണ്. ഇത് ദിവസേന ഒരു 100-150 ml ബീട്രൂട്ട് ജ്യൂസ് നമുക്ക് കുടിക്കാവുന്നതാണ്. കൊളാജൻ പ്രൊഡക്ഷന് സഹായിക്കും, ശരീരത്തിൽ നിന്നും ടോക്സിൻസ് പുറന്തള്ളാനും സഹായിക്കും. ടേസ്റ്റിന് വേണ്ടി നമുക്ക് വേണമെങ്കിൽ ആപ്പിളോ ക്യാരറ്റോ ഇതിൽ ആഡ് ചെയ്യാം. ആപ്പിളിൻ്റെയും ക്യാരറ്റിൻ്റെയും അതിൻ്റെതായ ഗുണങ്ങളും നമുക്ക് ശരീരത്തിന് ലഭിക്കും. മാത്രമല്ല ക്യാരറ്റ് സ്കിന്നിനും കണ്ണിനും എല്ലാം തന്നെ വളരെ നല്ലതാണ്. മൂന്നാമത്തേതാണ് പോംഗ്രാനൈറ്റ് ജ്യൂസ് അഥവാ മാതളത്തിൻ്റെ ജ്യൂസ്. ആൻറ്റി ഏജിങ്ങിന് സഹായിക്കുന്ന വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഡ്രിങ്കാണ് മാതളത്തിൻ്റെ ജ്യൂസ്. മാതളത്തിൽ ആന്തോസൈനൈൻസ് അടങ്ങിയിട്ടുണ്ട്. ഇത് സ്കിന്നിനെ സൺ ഡാമേജിൽ നിന്നും സംരക്ഷിക്കും, കൊളാജൻ പ്രൊഡക്ഷന് സഹായിക്കും, സ്കിൻ റീജനറേഷന് സഹായിക്കും. ആൻറ്റി ഓക്സിഡന്റ് റിച്ച് ആണ് മാതളം. അതുകൊണ്ട് തന്നെ ഈ ഏജിങ് പ്രോസസ്സ് തടയാനും സ്കിന്നിൽ ഉണ്ടാകുന്ന ഓക്സിഡേറ്റീവ് സ്ട്രെസ് തടയാനും ഫ്രീ റാഡിക്കൽസിനെതിരെ പോരാടാനും സഹായിക്കും. സ്കിന്നിന്റെ കോശങ്ങളെ റീജനറേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ് മാതളം. മാതളത്തിന്റെ ജ്യൂസ് ദിവസേന ഒരു 1/2 ഗ്ലാസ് മുതൽ 1 ഗ്ലാസ് വരെ നമുക്ക് ദിവസേന കുടിക്കാവുന്നതാണ്. സ്കിന്നിനൊരു ഫ്രഷ് ലുക്ക് തരും. നാലാമത്തെ ഒന്നാണ് ടർമറിക് മിൽക്ക്. പണ്ട് കാലം മുതലേ ആൾക്കാർ കുടിച്ചു വരുന്ന ഒന്നാണ് മഞ്ഞളിട്ട പാല്. ഇതിൽ പവർഫുൾ ആയിട്ടുള്ള ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി മഞ്ഞളിൽ അടങ്ങിയിട്ടുണ്ട്. കുർക്കുമിൻ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഇൻഫ്ലമേഷൻ തടയാൻ ഇത് സഹായിക്കും. ക്രോണിക് ആയിട്ടുള്ള ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ ക്രോണിക് വീക്കം തടയാൻ ഇത് നല്ലതാണ്. സെല്ലുലാർ ലെവലിൽ സ്കിന്നിനെ ഡാമേജിൽ നിന്നും സംരക്ഷിക്കാൻ കുർക്കുമിൻ സഹായിക്കും. കുർക്കുമിൻ നാച്ചുറലായിട്ട് ഒരു ഹീലിംഗ് പവർ ഉണ്ട്. പഫിനെസ് കുറയ്ക്കാൻ നല്ലതാണ്. എല്ലുകളുടെ ആരോഗ്യത്തിനും ഇമ്മ്യൂണിറ്റി മെച്ചപ്പെടുത്താനും ബ്രെയിനിന്റെ ഫംഗ്ഷൻ മെച്ചപ്പെടുത്താനും ഒക്കെ നല്ലതാണ്. ഈ മഞ്ഞൾ പാല് കുടിക്കേണ്ടത് ഒരു 1/2 ടീസ്പൂൺ ശുദ്ധമായ മഞ്ഞൾപ്പൊടി എടുക്കുക. മായമൊന്നും ചേർക്കാതെ മഞ്ഞൾപ്പൊടി എടുക്കുക. അതിലേക്ക് ഒരു 1/2 കപ്പ് മിൽക്ക് ഒഴിക്കുക. അത് ചെറിയ ചൂടുള്ള പാലൊഴിക്കുക. അതിലേക്ക് ഒരു നുള്ള് ബ്ലാക്ക് പെപ്പർ അല്ലെങ്കിൽ കുരുമുളക് പൊടി ചേർക്കുക. ഈ കുരുമുളക് പൊടി ചേർക്കുന്നത് കുർക്കുമിൻ ശരിയായിട്ട് ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യാൻ സഹായിക്കും. കുരുമുളകിൽ അടങ്ങിയിരിക്കുന്ന പെപ്പറിൻ ആണ് ഇതിന് സഹായിക്കുന്നത്. ഇങ്ങനെ രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പ് കുടിക്കുന്നത് ഉറക്കം മെച്ചപ്പെടുത്താനും സഹായിക്കും. ഇപ്പോൾ പാല് അലർജി ആയിട്ടുള്ളവരോ അല്ലെങ്കിൽ ലാക്ടോസ് ഇൻടോളറൻസ് പോലുള്ള അവസ്ഥകളൊക്കെ ഉണ്ടെങ്കിൽ പാലിന് പകരം ചെറിയ ചൂടുള്ള വെള്ളത്തിൽ ഇത് മിക്സ് ചെയ്ത് കുടിക്കുന്നത് നല്ലതാണ്. ഇതിനോടൊപ്പം തന്നെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുക, കറക്റ്റ് ആയിട്ടുള്ള ഉറക്കം ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക, സ്ട്രെസ്സ് കുറയ്ക്കാനുള്ള മാർഗ്ഗങ്ങൾ കണ്ടെത്തുക, റെഗുലർ ആയിട്ടുള്ള നടത്തം, മറ്റ് എക്സസൈസുകൾ ഒക്കെ ചെയ്യുന്നത് നല്ലതാണ്. രാവിലത്തെയും വൈകിട്ടത്തെയും ഇളം വെയിൽ കൊള്ളണം. ഇതെല്ലാം തന്നെ സ്കിന്നിൻ്റെ ആരോഗ്യത്തിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്.